ഹായ് വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും ഒരു സെയിൽ വീഡിയോ ആണ്. ഒരുപാട് നല്ല പ്ലാൻസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DTDC കൊറിയറാണ് കേട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നിശാഗന്ധി പ്ലാന്റ് ആണ്. രാത്രിയിൽ മാത്രം പൂക്കൾ ഉണ്ടാവുകയും നല്ല സുഗന്ധമുള്ള പൂക്കളെ സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. വളരെ വലിയൊരു പൂക്കളായിരിക്കും കേട്ടോ അതിനകത്ത് കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ ചെറിയ പ്ലാൻസ് നമ്മളടുത്ത് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സാമിയ പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. മാത്രമല്ല ഇത് നമുക്ക് വളർത്താനും വളരെ ഈസിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയം പ്ലാന്റ് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളടുത്ത് സ്മോൾ പ്ലാന്റ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റേറ്റും കുറവാണ്, 60 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സഫ്ലറ ഗോൾഡൻ പ്ലാന്റും അവൈലബിൾ ആണ്, ഗ്രീനും അവൈലബിൾ ആയിട്ടുണ്ട്. 95 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വളരെ കുറച്ച് പരിപാലനം ആവശ്യമുള്ള ഈ പ്ലാന്റ്സ് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ ലിവിങ് റൂമിലും ഡൈനിങ് ഹാളിലൊക്കെ ആയിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല കടുത്ത സൂര്യപ്രകാശത്തെ ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ലറാട്ട ഫൈക്കസ് പ്ലാന്റ് ആണ്. ഇതും നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് തെക്കേ അമേരിക്ക സ്വദേശിയായിട്ടുള്ള വളരെ ഭംഗിയുള്ള പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണ് ബോഗൺവില്ല പ്ലാന്റ്. കടലാസ് ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ധാരാളമായിട്ട് സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ബോഗൺവില്ല പ്ലാന്റ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഫോസ്ഫറസ് കൂടിയിട്ടുള്ള വളങ്ങളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ജൈവവളങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഇൻഡോർ പ്ലാന്റ്സുകളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ബർക്കിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. നല്ല ഒതുക്കമുള്ളതും നിവർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ബർക്കിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു ബർക്കിംഗ് ചെടി ഒരു 20 വർഷത്തോളമെങ്കിലും നിലനിൽക്കും കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ നിറയെ പൂക്കളെ, നീല കളറിലുള്ള നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന നല്ലൊരു പ്ലാന്റാണിത്. എല്ലാ ദിവസവും ഇതിനകത്ത് നമുക്ക് ഫ്ലവറിനെ കാണാൻ പറ്റും കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫേൺ പ്ലാന്റ് ആണ്. 2 ടൈപ്പിലുള്ള ഫേൺ പ്ലാന്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നിന് വരുന്നത് 50 രൂപയാണ്. മറ്റേത് പറയുന്നത് ഫേൺ പെറ്റിക്കോട്ടാണ്. അതിന് വരുന്നത് ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു അലങ്കാര സസ്യമാണ് കേട്ടോ ഈ ഫേൺ പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പിങ്ക്, റെഡ്, വൈറ്റ് എന്നീ കളറിലൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള പൂക്കളെ സമ്മാനിക്കുന്ന അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഈർപ്പമുള്ള മണ്ണും നല്ല തണലുള്ള കാലാവസ്ഥ ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ്സ് വർണ്ണാഭമായിട്ടുള്ള അരേലിയ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിന് ആഴ്ചയിൽ 2 തവണ നനച്ചാൽ മതിയാവും കേട്ടോ. വായു ശുദ്ധീകരിക്കുന്ന ഒരു വീട്ടുചെടിയും കൂടിയാണ് അരേലിയ പ്ലാന്റ്സ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് പ്രോട്ടീനുകളുടെ കലവറയായിട്ടുള്ള സ്ട്രോബെറി പ്ലാന്റ്സ് ആണ്. അത് നമ്മളടുത്ത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിന് നല്ല നീർവാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും അത്യാവശ്യമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ഫ്ലവർ വളർന്ന് കിട്ടും. ഇതും ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക്ബെറി പ്ലാന്റ്സ് ആണ്. ഈ ഒരു ഫ്രൂട്ട്സിലും അതെ വിറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മളടുത്തത് അവൈലബിൾ ആയിട്ടുണ്ട് സെയിലിന്.
പിന്നെ വരുന്നത് നമ്മുടെ സാൻസിവേരി അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റേതും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ വാട്സപ്പ് കാറ്റലോഗ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ടേക്ക് കെയർ ഓഫ്, ബൈ ബൈ.